എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കുരുമുളക് ഇട്ട് ഉലർത്തിയത്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. അത് ഞരമ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 2 സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. അതിലേക്ക് വേണ്ട ബാക്കി മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവായും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റി അതിൻ്റെയും പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ചെമ്മീനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രം വെന്തെടുത്താൽ മതി. ചെമ്മീൻ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും ചേർത്ത് നല്ലതായിട്ട് ഉലർത്തിയെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെമ്മീൻ പെപ്പർ റോസ്റ്റ് റെഡിയായി. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.